ഒരു നിമിഷം പോലും പിരിയാൻ കഴിയാത്ത അവസ്ഥയായിപ്പോയി. എപ്പോഴും കാണണം, സംസാരിക്കണം എന്നൊക്കെ തോന്നും. അതൊക്കെ ആദ്യകാലങ്ങളിൽ ഉള്ളതാണ്. പോകെ പോകെ അതങ്ങ് മാറും. സന്ദീപിന് അങ്ങനെയൊക്കെ മാറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെ രണ്ടാളെയും പോലെ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് സന്ദീപ് എപ്പോഴും എന്നോട് പറയും. സത്യം പറഞ്ഞ ഒരാളെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴാ നമ്മളൊക്കെ ജീവിച്ചു തുടങ്ങുന്നത്, അല്ലേ ചേച്ചി? അതെ. അർച്ചന എന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇപ്പോഴും ഇരുട്ടി തന്നെ ആയിരുന്നേനെ. അർച്ചന നല്ലൊരു മകളാണോ, നല്ലൊരു ഭാര്യയാണോ, ഏട്ടത്തിയാണോ, അനിയത്തിയാണോ, മരുമകളാണോ എന്നൊക്കെ ചോദിച്ചാൽ അതെല്ലാമാണെന്നാണ് എൻ്റെ ഉത്തരം. നിനക്കെപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പലവട്ടം തോന്നിയിട്ടുണ്ട്. എന്റെ സ്നേഹം മാത്രമല്ല, സച്ചേട്ടനെ എന്നെ കൂടുതലായി സ്നേഹിക്കുന്ന ഒരാളാക്കി മാറ്റിയത് നീ ഉൾപ്പെടെ ഇവിടെ ഉള്ളവരാ. അതെന്നോട് സച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ സച്ചേട്ടനെ മാതൃകയാക്കി നീയും സന്ദീപും ജീവിക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിച്ചാൽ മതി. അങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പോ ഏട്ടൻ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അല്ലേ ഏട്ടാ? ഉണ്ടാവണോടാ. പ്രശ്നങ്ങൾ ഉള്ളിടത്താ കൂടുതൽ സ്നേഹമുള്ളത്. ഈ കൂടുമ്പോൾ ഇമ്പമുള്ളതാണെന്ന് പറയുന്ന പോലെ ചില പിണക്കങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് കൂടുതൽ ഇമ്പമാവുന്നത്. മാത്രമല്ല, ഒരു പിണക്കത്തിനോ കരച്ചിലിനോ ശേഷമുള്ള ഇഷ്ടം അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസാ. ഞാനും അർച്ചനയും അത് അനുഭവിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോ ഇത്രയും നാൾ നിങ്ങൾ പിണക്കത്തിലായിരുന്നോ? അല്ല, ചേച്ചി അങ്ങനെ പറഞ്ഞോണ്ട് ചോദിച്ചേ ഉള്ളൂ. അങ്ങനെ പിണക്കത്തിലൊന്നും അല്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും രണ്ട് വീട്ടിൽ ജനിച്ചു വളർന്നവരല്ലേ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നവര്. അപ്പോ ഒന്ന് പൊരുത്തപ്പെടാൻ കുറച്ച് നാളെടുത്തു, അത്രേ ഉള്ളൂ. ഇപ്പോ ഞങ്ങൾ പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാ ഇപ്പൊ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തതും. അതിപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പരസ്പരം പിരിഞ്ഞിരിക്കുന്നത് വലിയ വേദന തന്നെയാണ്. എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ഒരു നേരത്തേക്കെങ്കിലും പിരിഞ്ഞിരിക്കാൻ പറ്റാതാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അവരോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ആദ്യം എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. അതിപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, അത് മതി. അല്ലെങ്കിലും എപ്പോഴും എന്നെ അതേപടി മനസ്സിലാക്കുന്ന ഒരാള് എന്റെ ചേച്ചി തന്നെയാ. എനിക്ക് നിന്നെ മനസ്സിലാവും, അതുപോലെ സന്ദീപിനെ. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തി തന്നത്. സന്ദീപ് നിന്നെ വിശ്വസിക്കുക. സ്നേഹിക്കുന്നവർക്കിടയിൽ വിശ്വാസം നഷ്ടപ്പെട്ട സ്നേഹം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. പൂർണ്ണമായിട്ടും വിശ്വസിച്ച് നമ്മൾ ഒരാളെ സ്നേഹിച്ചുകൊണ്ടേയിരുന്ന ആ ആളിന് എന്ത് കളങ്കം ഉണ്ടെങ്കിലും അതെല്ലാം മാറുമെന്ന് മാത്രമല്ല, ആ ആള് നമ്മളോടൊപ്പം എന്നും ഉണ്ടാവും, എന്നും എപ്പോഴും. വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ ഒരിക്കലും സമാധാനക്കേടുണ്ടാവില്ല. ഞാൻ ഉദാഹരണമായിട്ട് നിന്നോട് പറയുന്നത് എന്റെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചല്ല, അർച്ചനയുടെ ദൃഢമായ വിശ്വാസത്തെക്കുറിച്ചാണ്. മറ്റുള്ളവരുടെ ദൃഢമായ വിശ്വാസം ചിലപ്പോഴൊക്കെ നമ്മുടെ വിശ്വാസത്തിൽ വിള്ളൽ വീഴ്ത്തും. അർച്ചനയുടെ ആ വിശ്വാസത്തിലാണ് ഇപ്പോഴുള്ള സച്ചിദാനന്ദൻ പിറവിയെടുത്തത്. ആ ഒരു വിശ്വാസം മാത്രം.
ഹൃദയ സഖി മാഷേ ആ. മാഷേ ആ, ആ. ദേ ആരോ ബെല്ലടിക്കുന്നു. ഇതാരാ ഇത്ര വെളുപ്പാൻ കാലത്ത്? മിക്കവാറും ആ പാല് കൊണ്ടുവരുന്ന പയ്യനായിരിക്കും. ആ, നീ വാങ്ങിച്ചു വെക്ക്. അത് പാല് കൊണ്ടുവന്ന ചെറുക്കനൊന്നുമല്ല, അവനവിടെ വെച്ചിട്ട് പോവല്ലേ പതിവ്. ഇത് വേറെ ആരണ്ടെന്നേ. ആ, എഴുന്നേക്ക് മാഷേ. ആ, നീ എന്ന് നോക്ക്. ഓഫ്, എന്തൊരു മനുഷ്യന്. ഇങ്ങോട്ട് മാറ്. ആ. ജോഗിങ്ങിന് വരുന്നേ. ആ, അപ്പോ ഇതുവഴി പോയപ്പോ ഇങ്ങോട്ടൊന്ന് കേറിയെന്നേ ഉള്ളൂ. നിങ്ങള് ഉറങ്ങുമായിരുന്നല്ലേ? ഞാൻ കരുതി എഴുന്നേറ്റ് കാണുമെന്ന്. എന്നാ ഞാനങ്ങോട്ട്. അല്ല, മോൻ പോവാണോ? പോണം. ഞാൻ വെറുതെ വന്നതാണല്ലോ. എന്നാ മോൻ പോയിട്ട് വാ. ആ, അല്ല, അർച്ചന എഴുന്നേറ്റില്ലേ? അച്ചു മാത്രമല്ല, ഇവിടെ ആരും എഴുന്നേറ്റിട്ടില്ല. ഓ, എങ്കിൽ പിന്നെ ശരി. ഓ, എഴുന്നേക്കുമ്പോ പറഞ്ഞാൽ മതി, ഞാൻ വന്നിരുന്നു ഒന്ന്. ഓ, ആയിക്കോട്ടെ. മോനെ, ആ, അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോ. ഏതായാലും ഇവിടം വരെ വന്നാൽ. ആയിക്കോട്ടെ. ആ മോനെ, അതകത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കാം. ഇതുവഴി പോയി അച്ഛൻ്റെ റൂമിലെത്തും. ആ, ശരി. മാഷെന്തിനാ ചിരിച്ചേ? അപ്പൊ നിനക്ക് കാര്യമൊന്നും മനസ്സിലായില്ലേ? എന്ത് കാര്യം? സച്ചി വെളുപ്പാങ്കാലത്ത് ഇവിടെ വന്നത് എന്തിനാണെന്ന് നിനക്കറിയാവോ? ഓ, അതവൻ പറഞ്ഞതല്ലേ, ജോഗിങ്ങിന് പോയ വഴിക്ക് വന്നതാന്ന്. അവിടുന്ന് ഇത്രയും ദൂരം വന്നല്ലേ ജോഗിങ്. എടി മന്ദബുദ്ധി, നമ്മുടെ അച്ഛനെ കാണാനല്ലേ അവൻ രാവിലെ ഇങ്ങോട്ട് വന്നത്. ഓ, ആണ്. അവൻ അവളെ കാണാതിരിക്കാൻ പറ്റില്ലായിരിക്കും. അത് മാഷ് അറിയാങ്കി പിന്നെന്തിനാ അവൻ പോകുന്നെന്ന് പറഞ്ഞപ്പോ പൊയ്ക്കോളാൻ പറഞ്ഞേ? അത് ഞാൻ ചുമ്മാ പറഞ്ഞ. ഇപ്പോഴുള്ള ചെറുപ്പക്കാരുടെ വിവരം നമുക്കൊന്നും അറിയില്ലെന്നാ. ഇതിനേക്കാ വലിയ വയറ്റിട്ടാ ഞാനൊക്കെ ഇവിടെ നിൽക്കുന്നേ. എനിക്കിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനാ ഞാൻ തന്നെ തന്റെ വീട്ടിൽ പോകാൻ സമ്മതിക്കാത്തത്. മനസ്സിലായോ ഇപ്പൊ? ആ,
ആ മോളെ കണ്ടോ മോനെ? കണ്ടു. അർച്ചന നല്ല ഉറക്കത്തിലാ, അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. ആ വിളിക്കായിരുന്നില്ലേ? ആ ഞാൻ വിളിക്കാം. വേണ്ടച്ച, ഉറങ്ങിക്കോട്ടെ. എഴുന്നേക്കുമ്പോ ഞാൻ വന്നിരുന്നു പറഞ്ഞാൽ മതി. എന്നാ ഇറങ്ങട്ടെ. അയ്യോ പോവാന്നോ? അവിടെ നിക്കേ. കമല ചായ ഇടാൻ പോയിരിക്കാൻ. ചായ കുടിച്ചിട്ട് പോയാ മതി. കമലേ അച്ഛാ വേണ്ടച്ച, ഇനി നിന്ന് ഓഫീസിൽ പോകാൻ ലേറ്റ് ആവും. വൈകിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. ശരി മോനെ. ശരി. ആ അയ്യോ സച്ചിമൻ പോയോ? ആ പോയി. ശ്ശെ, ചായ കുടിക്കാതെ ഓ പോയല്ലോ. പിന്നെ നിന്റെ ചായ കുടിക്കാൻ അല്ലേ അവൻ മെനക്കെട്ട് വന്നത്. എടി സച്ചി വന്ന അച്ചുമോളെ കാണാനാ. അവളെ കണ്ടു, അവൻ പോയി. ആ എന്നാ ചായ ഇങ്ങനെ. മാഷിനുള്ളത് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ഇത് മധുരം ഇട്ടതാ. ഓ പിന്നെ മധുരം. ഓ. ഒരു ദിവസം മധുരം കുടിച്ചെന്ന് പറഞ്ഞ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ എന്താ രാവിലെ പതിവില്ലാത്തൊരു സന്തോഷം? നിനക്ക് അങ്ങനെ തോന്നിയ? തോന്നിയോണ്ടല്ലേ ചോദിച്ചത്. എങ്കിൽ ആ തോന്നല് ശരിയാ. ആ, ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഉം. എന്റെ അർച്ചന മോളെ ഓർത്താ അത്. അവളെ സച്ചി ഇത്രയും സ്നേഹിക്കുന്ന ഓർത്ത്. സച്ചിയുടെ കാര്യത്തിൽ നമുക്ക് തെറ്റ് പറ്റിയില്ല എന്ന് ഇപ്പൊ ശരിക്കും ബോധ്യമായി. സ്നേഹമുള്ളവനാ അവൻ. സച്ചി കൂടുതലായിട്ട് അച്ഛമോളെ സ്നേഹിക്കുന്ന കാണുമ്പോ നെഞ്ചിലൊരാളല്ല മാഷ്. അച്ഛമോളൊരു അമ്മയാവാത്ത കാര്യം ഒളിച്ചു വെച്ച് നമ്മുടെ മോളെ അടക്കം പറ്റിക്കുവാണോ മാഷെ? ഒരിക്കലും ഇതെല്ലാം സച്ചി അറിയുമ്പോ ഈ സ്നേഹം ദേഷ്യത്തിലേക്കും വെറുപ്പിലേക്കും വഴിമാറില്ലേ? അതൊക്കെ ഓർക്കുമ്പോ എന്റെ കണ്ണടയുന്നവരെങ്കിലും ഇതൊന്നും സച്ചി അറിയരുതെന്ന് എന്റെ പ്രാർത്ഥന. ചില കാര്യങ്ങൾ ഓർക്കാതിരിക്കുന്നതാ നല്ലത്. മനസ്സിൽ തന്നെ മൂടി വെച്ച് ജീവിക്കുക. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ മറന്നു കളയുക. എന്നിട്ട് മറ്റുള്ള കാര്യങ്ങളിൽ സന്തോഷിക്കുക. പിള്ളേരൊക്കെ എഴുന്നേക്കാൻ സമയമായി. നമ്മൾ ഇവിടുന്ന് കാര്യം പറയുന്നത് മറ്റാരും കേൾക്കണ്ട. നമ്മളായിട്ട് തന്നെ അവരുടെ സ്വസ്ഥത നശിപ്പിക്കണ്ട. താനകത്തേക്ക് ചെല്ല്. സച്ചി, നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ആ പോകുന്നുണ്ട്. ആ, അർച്ചന എവിടെയും കണ്ടില്ലല്ലോ. ഇവിടെ ഇല്ലേ? അർച്ചന അവളുടെ വീട്ടിലെ. ഇന്നലെ ഞങ്ങൾ അവിടെ പോയിരുന്നു. പിന്നെ 2 ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് കരുതി. അത് നന്നായി. എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ആ എന്താ എടുത്തി? ആ, അത് മറ്റൊന്നുമല്ല, അർച്ചനയെ കുറിച്ചാ. അർച്ചനയെ നിനക്ക് വിവാഹം കഴിപ്പിച്ചു തരാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും പരിശ്രമിച്ചതും ഞാനായിരുന്നു. അറിയാവുന്നവരെല്ലാം ഒന്നുകൂടെ ചിന്തിക്കുന്ന പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. അത് പക്ഷേ ഇപ്പോൾ ഒരു അബദ്ധമായെന്ന് എനിക്ക് സംശയമുണ്ട്. നിന്റെ ഇഷ്ടങ്ങളെ മാനിക്കാതെ ഞാൻ ഈ വിവാഹം നടത്തിയപ്പോൾ നിന്റെ മുന്നോട്ടുള്ള ജീവിതം കൂടി ഞാൻ ഓർക്കണമായിരുന്നു. എടുത്തിക്കെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ?
ഞാനും അർച്ചനയും തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ലേ? പിന്നെന്തിനാ നിങ്ങൾ വിവാഹബന്ധം വേർപിരിയാൻ പോകുന്നേ? നിന്റെ അർച്ചനയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എല്ലാവർക്കും വിഷമാവെന്ന് കരുതിയ നീ ഇതാരോടും പറയാതിരിക്കുന്നേ. പക്ഷേ നീ എത്രമാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവും. ഇനി നീ മറ്റുള്ളവരെ നോക്കി നിന്റെ ജീവിതവും സമയവും ഇല്ലാതാക്കണ്ട. അച്ഛനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചോളാം. നീ അർച്ചനെ ഡിവോഴ്സ് ചെയ്തേക്ക്. ഒരു ബന്ധത്തിൽ ഒരു തവണ ഒരു വിള്ളൽ വീണാ പിന്നെ കൂടി യോജിച്ചു പോവാൻ വലിയ പാടാ സച്ചി. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നേ? നിനക്ക് വേണ്ടെങ്കിൽ തലയ്ക്ക് ചുറ്റി കളയണം. നിങ്ങൾ ഇരുവർക്കും ഇടയിൽ ഒരു ഭാര്യാഭർത്തൃ ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആവശ്യമില്ലാത്തൊരു ബന്ധം എന്തിനാ നിനക്ക്? ഇവിടെ നിന്റെ ഇഷ്ടത്തിനാ പ്രാധാന്യം. നിനക്ക് താല്പര്യമില്ലാത്ത ഒരാളുടെ ഒപ്പം ജീവിക്കാൻ ഞാൻ എന്തായാലും പറയില്ല. അങ്ങനെ ജീവിക്കുന്നത് ഒരു ജീവിതവും അല്ല. നമുക്ക് ആവശ്യമില്ലാത്തതിനെ എത്രയും വേഗം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു വിടുക. വേണമെങ്കിൽ ജീവിതാവസാനം വരെ അർച്ചനയ്ക്ക് നല്ലപോലെ കഴിയാനുള്ള കാശ് നമുക്ക് കൊടുക്കാം.